ഹലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ച തങ്കിപ്പള്ളിയിൽ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ ദേ ഇന്ന് തങ്കിപ്പള്ളിയിൽ പോകുകയാണ്. തിരക്ക് കാരണം ആദ്യം കയറിയ ബസ്സിൽ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത്. പോണ വഴി കുറേ ബ്ലോക്കൊക്കെ കിട്ടി. കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ പള്ളിയിലെത്തിയത്. അതുകൊണ്ട് പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് കഞ്ഞി കുടിക്കാൻ വേണ്ടി അങ്ങോട്ടാണ് പോയത്. ഇവിടെ ചട്ടിയിലാണ് കഞ്ഞി കിട്ടണത്. അതുകൊണ്ട് ചട്ടി കിട്ടാൻ നല്ല പാടായിരുന്നു. അങ്ങനെ ചട്ടി കിട്ടി, അതിൽ കഞ്ഞിയൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കഞ്ഞിക്ക് കറിയായിട്ട് കിട്ടിയത് കടലമെഴുക്ക് പുരട്ടിയും മാങ്ങാച്ചാറും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ പാത്രം കാലിയാക്കി. കഞ്ഞിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കർത്താവിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്കാണ് പോയത്. കർത്താവിനെ കാണുന്ന സ്ഥലത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേർച്ചയിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു. കർത്താവിൻ്റെ രൂപക്കൂട് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല രസമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകുന്നത്. കർത്താവിനെ കണ്ട് തിരിച്ചിറങ്ങിയപ്പം നേർച്ചയൊക്കെ കിട്ടിയായിരുന്നു. നേർച്ചയൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറി. തിരിച്ച് പോരാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് ഉണ്ടായിരുന്നു. അതിൽ കയറി. അതിലധികം തിരക്കും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു ബസ്സിലാണ് തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ സ്റ്റാൻഡിലെത്തി ഞങ്ങളൊരു ഉപ്പ് സോഡാ വെള്ളം കുടിച്ച്, അങ്ങനെ സോഡാ വെള്ളമൊക്കെ കുടിച്ച് സ്റ്റാൻഡിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത ബസ് കിട്ടിയത്. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ആ ബസ്സിൽ കയറി ഞങ്ങൾ വീട്ടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.